പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടു. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലുമൊക്കെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇമ്രാൻ ഖാൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഇമ്രാൻ ഖാനെ പാകിസ്ഥാൻ സേന വധിച്ചു, ഇമ്രാൻ ഖാനെ വിഷം കുത്തിവെച്ചു കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം പാകിസ്ഥാൻ ഭരണകൂടമാണ് ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയേണ്ടത്. പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻ ഖാൻ. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ്. അതിനേക്കാൾ ഉപരി ലോകം ആരാധിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമാണ്. പാകിസ്ഥാന്റെ നമ്പർ 1 ബൗളറായിരുന്ന ഇമ്രാൻ ഖാൻ. ആ ഇമ്രാൻ ഖാൻ പാകിസ്ഥാനികളെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായി ആയിരുന്നു. എന്നാൽ കാലക്രമേണ പാകിസ്ഥാനിലെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, തീവ്രവാദികൾക്ക് വലിയ മേൽക്കോയ്മയുള്ള ഒരു രാഷ്ട്രീയമാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ കലങ്ങി മറിയലുകളിൽ ഇമ്രാൻ ഖാനെ കാലിടറി വീണു. ഒടുവിൽ ഇമ്രാൻ ഖാനെ ഷഹബാസ് ഷെരീഫ് ഭരണകൂടം ജയിലഴികൾക്കുള്ളിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ജയിലറകളിൽ കഴിയുകയാണ് ഇമ്രാൻ ഖാൻ.